എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു വിവരം പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കേസിനെ പറ്റിയാണ് പറഞ്ഞത്. നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന കേസ്, ഒരു യു പിക്കാരനാണ്. അപ്പോൾ ആ മരുന്ന് നാർക്കോട്ടിക് സെക്ഷനിലാണ് പോയത്. ആ വിവരങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് അവരുടെ ഈ മരുന്നിൻ്റെയും മറ്റ് ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഫോറിൻ മിനിസ്റ്റർ ചെയ്ത് സൗദി കോൺസുലേറ്റും ചെയ്ത് ഇവിടെ വന്ന് എംബസിയിൽ നിന്ന് ഞാൻ നിയാബയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ കൊടുത്തിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണ് കൊടുത്തത്. അപ്പോൾ കൊടുത്തിട്ട് ഇന്നലെയാണ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ആളെ ജയിലിൽ നിന്ന് കൊണ്ടുപോകുന്നത്. വിളിച്ചു കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചിട്ട് വിടാൻ വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുപോയത്. പക്ഷേ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ വിസ എവിടെയാണ് താമസിക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്ത് ജോലിയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ജോലി പുറത്താണ്. സ്പോൺസർ വിളിക്കാൻ പറയുമ്പോൾ സ്പോൺസറിന് അറിയത്തില്ല, ജോലി പുറത്താണ്. അപ്പം പിന്നെ എങ്ങനെയാണ് വന്നത്? അപ്പം പറഞ്ഞു ഫ്രീ വിസയിലാണ് വന്നത്. അപ്പോൾ പിന്നെ ചോദിച്ചു അപ്പോൾ കഫീലോ കമ്പനിയോ? അപ്പോൾ കഫീലിന് മാസം പൈസ കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ വിസ എവിടെ നിന്ന് എടുത്തത് ചോദിച്ചു. അപ്പോൾ വിസ ഇങ്ങനെ ഒരു നാട്ടുകാരനുണ്ട്, അവൻ തന്നതാണ്. അപ്പോൾ അതിന് എത്ര ചോദിച്ചപ്പോൾ അതിന് പൈസ കൊടുത്ത് എത്ര നല്ലൊരു സംഖ്യ ഉണ്ട്, കൊടുത്ത് വാങ്ങിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ആൾ ഇന്നലെ പുറത്തിറങ്ങിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഇനി വേറെ കേസ്. ഈ സൗദി അറേബ്യയിൽ വരുന്ന ആളുകൾ ഇവിടുത്തെ നിയമത്തെപ്പറ്റി, ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഒരു സാമാന്യ വിവരം പോലും ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ഇവിടെ ഫ്രീ വിസ എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല. ഫ്രീ വിസയിൽ വന്നു, അല്ലെങ്കിൽ കഫീലിന് മാസം പൈസ കൊടുക്കണു, പുറത്ത് പണിയെടുക്കണു, ഇതൊക്കെ ഇവിടുത്തെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. പിന്നെ വിസ പൈസ കൊടുത്ത് വാങ്ങിക്കണം, ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ നടക്കുമോ, അതിൻ്റെ വേറെ കേസായിട്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇന്നലെ പുറത്തിറങ്ങാൻ പറ്റിയില്ല, വിട്ടിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ഇതെന്താണെന്നുള്ളത് അത് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മാത്രമേ അറിയുള്ളൂ. കാരണം പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ സൗദി അറേബ്യയിൽ വരുമ്പോൾ പുതിയ വിസയിൽ വരുന്ന എല്ലാവർക്കും നാട്ടിൽ നിന്ന് അതാത് ലാംഗ്വേജിൽ ഉള്ള ഒരു സാമൂഹിക ബോധം, ഇവിടുത്തെ നിയമങ്ങളെപ്പറ്റിയും ഇവിടുത്തെ സംവിധാനങ്ങളെപ്പറ്റിയും ഒരു അത്യാവശ്യ ക്ലാസ് കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. അപ്പോൾ പുറത്ത് വിസ കച്ചവടം നടത്തുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിക്കുക. പുറത്ത് വിസ കച്ചവടം നടത്തിയിട്ട് വെറുതെ ഈ പാവങ്ങളെ കൊണ്ടുവന്ന് ഉള്ള പൈസയും മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പറ്റിക്കാൻ പാടില്ല. അവരെ കൊണ്ടുവരുമ്പോൾ അവർക്കിടെ വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യണം. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കിടന്ന് ഇതുപോലെ ഇടങ്ങാറായി പിന്നെ ജയിലിൽ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ എന്നെ വിളിച്ച് കരഞ്ഞിട്ട് ജയിലിൽ നിന്ന് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചപ്പോൾ അന്നേരമാണ് ഈ വിവരങ്ങൾ പറഞ്ഞത്. എന്നെ കൊണ്ടുപോയിട്ട് ഇതുപോലെയൊക്കെ ചോദിച്ചു. അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു പായി, ഇനിയിപ്പോൾ നിങ്ങളെവിടെ എങ്ങനെ ഇറങ്ങണം എന്താ ഇറങ്ങണം എനിക്കറിയത്തില്ല, എന്നോട് പറയുകയും വേണ്ട, ചോദിക്കുകയും വേണ്ട, ഇനി അവർ തീരുമാനിക്കും എന്ന് ഞാൻ പറഞ്ഞ് വെച്ച്. ഓക്കെ, ഇതാണ് ഏറ്റവും പുതിയ വിവരം.